ഒരുപക്ഷെ ശ്രീകൃഷ്ണൻ സ്വജീവിതം കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് മാതൃക കാണിച്ച വ്യക്തികളാണ്. പലപ്പോഴും നാം ചിന്തിക്കേണ്ടതുണ്ട്, പല യുഗപുരുഷന്മാരെ നമ്മൾ ആരാധിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ അതിൽ എല്ലാ വ്യക്തികളും അവരുടെ ശക്തി കൊണ്ടാണ് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്നതെങ്കിൽ സ്വന്തം ജീവിതം കൊണ്ട് മാത്രം പ്രീതിപ്പെടുത്തിയ ഒരു വ്യക്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. കാരണം അദ്ദേഹം പ്രപഞ്ചനാഥനായിട്ട് പോലും തന്റെ രാജാവ് അല്ലെങ്കിൽ യുധിഷ്ഠിരൻ രാജാവായിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു ആതിഥേയത്വം വഹിച്ചൊരു പരിപാടി അവതരിപ്പിച്ചപ്പോൾ ഒരു രാജാവിൽ നിന്ന് ഒരു പ്രജ ചെയ്യേണ്ടത് എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ വന്ന അതിഥികളുടെ എല്ലാം കാലൊഴിച്ച് കാലൊഴിച്ചൂട്ട് എന്ന് പറയും, അല്ലെങ്കിൽ കാലുകളിൽ വെള്ളമൊഴിച്ച് അവരെ പൂജിച്ച ഒരു വ്യക്തി കൂടിയാണ് ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിൽ നിന്ന് അതിൽ നിന്ന് ഏറ്റവും വലിയ ഒരു ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണെന്നുള്ളത് അദ്ദേഹം സ്വജീവിതത്തിലൂടെ കാണിച്ചു തരികയാണ്. ഒരു ഭഗവാൻ പ്രജയുടെ കാല് കഴുകുക എന്ന് പറയുമ്പോൾ അതിന്റെ എത്രമാത്രം അതിന്റെ ആ ആഴത്തിലാണ് അദ്ദേഹത്തിന്റെ എളിമ എന്നുള്ളത് നാം തിരിച്ചറിയണം. അപ്പൊ അത് തിരിച്ചറിയിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, ആര് രാജാവാണോ ആ രാജാവിനെ ബഹുമാനിക്കുക എന്നത് നമ്മുടെ ഒരു ധർമ്മമാണ്, ഭാരതീയ ധർമ്മമാണ്. അതൊരു സംഘടനയിലായാലും ശരി, ജീവിതത്തിലായാലും ശരി, നമ്മുടെ മാതാപിതാക്കളെ ബഹുമാനിച്ച് തന്നെ ജീവിക്കണം. അവർക്ക് കുറ്റങ്ങളും കുറവുകളും ഉണ്ടാകാം, ആർക്കും കുറ്റവും കുറവും ഇല്ലാത്തവരാരുമില്ല ഈ ലോകത്ത്. അതുപോലെ നമ്മുടെ സംഘടനയായ സംഘടനയിലെ മുൻനിരയിലിരിക്കുന്നവരെ നാം ബഹുമാനിച്ച് മറ്റുള്ളവർക്ക് മാതൃക കാണിക്കണം എന്നു കൂടിയാണ് അവിടെ ഭഗവാൻ നമ്മളെ കാണിച്ചു തരുന്നത്. അതുപോലെ എങ്ങനെ സമൂഹത്തിലെ ആളുകളെ എളിമയോടെ നമുക്ക് സേവിക്കാൻ കഴിയുമെന്നുള്ളതിന്റെ ഒരു ഉദാഹരണം കൂടിയായിരുന്നു ഭഗവാന്റെ അത്തരം. അതുപോലെ തന്നെ അദ്ദേഹം ഒരു സന്ദേശവാഹകനായിരുന്നു. നമുക്കറിയാം, കൗരവ പാണ്ഡവ യുദ്ധ സമയത്ത് പല സന്ദേശങ്ങളും ദുര്യോധനോടും മറ്റു രാജാക്കന്മാരോടുമൊക്കെ തന്റെ ദൂതനായിട്ട് വെറുമൊരു ദൂതനായിട്ട്, ദൂതൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഒരു രാജാവ് ഒരു കാര്യം പറഞ്ഞേൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ എത്രമാത്രം ഒരു ദൂതന്റെ സ്ഥാനം നമുക്ക് തിരിച്ചറിയാൻ കഴിയും. അപ്പൊ അത്തരം ഒരു ദൂതനായിട്ടും അല്ലെങ്കിൽ സന്ദേശവാഹകനായിട്ട് പോലും അദ്ദേഹം നീതിക്കും ധർമ്മത്തിനും ന്യായത്തിനും വേണ്ടി അദ്ദേഹം നിന്നിട്ടുണ്ട്. അതൊരു നയതന്ത്ര ചർച്ചകളിൽ പോലും അദ്ദേഹം, നമുക്കറിയാം, ഈ യുദ്ധം മാറ്റിവെക്കാൻ വേണ്ടി എത്രമാത്രം ഭഗവാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പൊ തന്നെ സ്നേഹിക്കുന്നവർക്ക് അചഞ്ചലമായ പ്രതിബദ്ധത നാം നമ്മുടെ ജീവിതത്തിൽ നൽകണമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിക്കുന്നവരെ തിരിച്ചു സ്നേഹിക്കുക. അത് ഏത് താഴെ തട്ടിലേക്കായാലും ശരി, അതിലേക്ക് പോയിട്ട് വേണം നമ്മുടെ ജീവിതം നാം നയിക്കേണ്ടത് എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി ഭഗവാന്റെ ജീവിതത്തിലുണ്ട്. അതുപോലെ തന്നെ സൗഹൃദത്തിന് ഇത്രയും വലിയ ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിട്ടില്ല. നമുക്ക് പലതും അറിയാം, കുചേലന്റെ കാര്യം അറിയാം. അർജുനന്റെ ഒരു സന്തത സഹചാരിയായിട്ടാണ് അദ്ദേഹം നടന്നത്. അദ്ദേഹം ഭഗവാൻ എന്ന ലെവലിൽ മാറി നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയല്ല ചെയ്തത്. ഊണിനും ഉറക്കത്തിലും കൂട്ടിനും കൂട്ടായി ഒന്നിച്ചു നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹം നമ്മളെ കാണിച്ചു തരുന്ന കുറച്ച് ചിന്തകളുണ്ട്. ഒന്ന്, മറ്റുള്ളവരോട് വിനയത്തോടു കൂടി പെരുമാറണം, മറ്റുള്ളവരോട് സ്നേഹത്തോടു കൂടി പെരുമാറണം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതി ഉണ്ടാകണം, സൗഹൃദം ഉണ്ടാകണം. അതുപോലെ ഈ തരത്തിൽ HCFന്റെയും കൂട്ടായ്മയിലൂടെ വിനയവും സ്നേഹവും സഹായവും സൗഹൃദവും നൽകുന്ന നല്ല കൃഷ്ണന്മാരായിട്ട് മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ, എനിക്കടക്കം എല്ലാവർക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി